കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് അല്പസമയം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ അന്യഭാഷ എന്ന ഒരു വരം ഉള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ. അത് സഭായോഗങ്ങളിലും പൊതുവേദികളിലും ഇങ്ങനെ പരസ്യമായി സംസാരിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അത് അങ്ങനെ സംസാരിക്കാമോ, അല്ലെങ്കിൽ അത് ഉചിതമാണോ എന്നൊക്കെ ചിലർക്ക് സംശയമുണ്ട്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അന്യഭാഷാ വരം എന്ന് പറയുന്നത് നിന്നുപോയി എന്ന് പറയുന്ന സഭാ വിഭാഗങ്ങളുണ്ട്. അന്യഭാഷാവരം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുന്ന സഭാ വിഭാഗങ്ങളുമുണ്ട്. അപ്പോൾ ഞാൻ അന്യഭാഷ നിന്നുപോയി എന്ന് ഞാൻ പറയുന്നില്ല. അന്യഭാഷ ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്ന സഭാ വിഭാഗങ്ങളോട് ഞാൻ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അന്യഭാഷാവരം നിന്നുപോയി എന്ന് പറയുന്നവരെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ബാധകമല്ല. എന്നാൽ അന്യഭാഷാവരം ഉണ്ട് എന്ന് പറയുകയും അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളും സഭാവിഭാഗങ്ങളും അറിയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെറിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് പ്രധാനമായിട്ടും സഭായോഗങ്ങളിലും കൺവെൻഷനോടുള്ള ബന്ധത്തിൽ പാട്ടുപാടി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന സന്ദർഭത്തിലും, അതുപോലെ തന്നെ പ്രസംഗകൻ സ്റ്റേജിൽ വളരെ ശക്തമായി സംസാരിക്കുന്ന സന്ദർഭത്തിലുമെല്ലാം അന്യഭാഷ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ അന്യഭാഷ സംസാരിക്കുന്ന പ്രസംഗകനും അന്യഭാഷ സംസാരിക്കുന്ന സഭായോഗത്തിൽ സംസാരിക്കുന്ന ശുശ്രൂഷകനും മറ്റു വിശ്വാസികളും മനസ്സിലാക്കേണ്ട ഒരു വചനം ഞാൻ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായത്തിൻ്റെ 37 വാക്യം കേട്ടോ. പ്രവാചകനെന്നോ ആത്മീയ വരം ലഭിച്ചവനെന്നോ അവകാശപ്പെടുന്നവൻ ഞാൻ എഴുതുന്ന ഈ സംഗതികൾ കർത്താവിൻ്റെ കൽപ്പനയാണെന്ന് ധരിച്ചു കൊള്ളട്ടെ. അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: താൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഈ എഴുതുന്ന സംഗതികൾ, ഇത് 14 അധ്യായത്തിൻ്റെ 37 വാക്യമാണ് ഞാൻ വായിച്ചത്. 14 അധ്യായത്തിൻ്റെ 1 മുതലുള്ള 36 വരെയുള്ള വചനത്തിലുള്ള കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന ഈ കാര്യം കർത്താവിൻ്റെ കൽപ്പനയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ കൽപ്പനയായിട്ട് പൗലോസ് അപ്പോസ്തലൻ അന്യഭാഷാ വരത്തെക്കുറിച്ചും അന്യഭാഷാ വരം എങ്ങനെ സംസാരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും 14 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ അന്യഭാഷാവരം സംസാരിക്കുന്ന അല്ലെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തികൾ ഈ 14 അധ്യായം വായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അത് വിശദീകരിക്കാൻ ഒത്തിരി സമയം വേണമെങ്കിലും വളരെ മർമ്മപ്രധാനമായ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതിൻ്റെ 14 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ പറയുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു എന്നാണ്. അപ്പോൾ അവൻ സംസാരിക്കുന്നത് ആരും തിരിച്ചറിയുന്നില്ല
അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്നാണ്. അപ്പൊ അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ ആത്മാവിൽ അവൻ ദൈവത്തോട് സംസാരിക്കുകയും ആ ദൈവിക മർമ്മങ്ങളെ അവൻ സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് 4-ാം വാക്യത്തിൽ വായിക്കുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തി തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അതായത് ഈ സഭയിൽ അന്യഭാഷ സംസാരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പൊതുവായ സ്ഥലങ്ങളിൽ അന്യഭാഷ സംസാരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വീട്ടിൽ പ്രാർത്ഥനയിൽ അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് മാത്രം ആത്മീയ വർധനവ് വരുന്ന ഒരു വരമാണ് അന്യഭാഷാ വരം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. 14:4 അങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ അതിനുശേഷം അപ്പോസ്തലൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. അപ്പൊ പ്രവചനവരം എന്ന് പറയുന്നത് സഭയിലുള്ള എല്ലാവർക്കും പ്രയോജനകരമാണ്, അല്ലെങ്കിൽ സഭയുടെ ആത്മീയ വർധനവിന് പ്രയോജനകരമായ കാര്യമാണ് പ്രവചനം എന്ന് പറയുന്നത്. അപ്പൊ പ്രവചനം എന്ന് ഞാൻ ഈ പറഞ്ഞത്, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഈ തലയിൽ കൈവച്ചിട്ട് ചില അന്യഭാഷകളിലൊക്കെ സംസാരിക്കുന്ന പോലെ ചില ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിനെ വാലല്ല തലയാക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്ന പ്രവചനത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. പ്രവചനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് സന്ദേശം ലഭിച്ചിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് ജനത്തോട് സംസാരിക്കുന്നതിനെയാണ് പ്രവചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ വ്യാഖ്യാനിക്കുന്നില്ല, ഞാനങ്ങ് വിടാം. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ സ്വന്തമായിട്ട് ആത്മീയവർദ്ധന വരുത്തുന്നതല്ലാതെ മറ്റുള്ളവർക്ക് അതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പം മറ്റുള്ളവർക്ക് ആത്മീയ വർധനവ് വരുവാൻ പ്രയോജനമില്ലാത്ത ഒരു വരമാണ് അന്യഭാഷാ വരം എന്ന് അദ്ദേഹം പറയുകയാണ്. ഇനി അന്യഭാഷാ വരം പറയണമെങ്കിൽ അദ്ദേഹം 2-3 വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥകളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ 14-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കട്ടെ. അവിടെ പറയുന്നത് അന്യഭാഷ വരമുള്ള ഒരു വ്യക്തി വ്യാഖ്യാനിക്കുവാനുള്ള വരം കൂടി മേടിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വ്യക്തി സംസാരിക്കുന്ന ഭാഷ മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് മനസ്സിലാകത്തക്കവണ്ണം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ഒരാളില്ലെങ്കിൽ ആ അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തി മറ്റുള്ളവരെ സംബന്ധിച്ച് വിദേശീയനായിരിക്കും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ബർബരനായിരിക്കും എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് ഞാനിങ്ങനെ വ്യാഖ്യാനിക്കാം. ഇപ്പം നമ്മുടെ നാട്ടിൽ ബംഗാളികൾ ഒത്തിരി പേരുണ്ട്. അപ്പം ബംഗാളി സംസാരിക്കുമ്പോൾ കേരളത്തിലുള്ളവർക്ക് ബംഗാളി ഭാഷ മനസ്സിലാകത്തില്ലാത്തതുകൊണ്ട് അവൻ അന്യനാട്ടുകാരനാണെന്ന് കേൾക്കുന്നവരെല്ലാം മനസ്സിലാക്കും. അതായത് കേരളത്തിലുള്ളവർക്ക് മലയാളമേ അറിയത്തുള്ളൂ, ബംഗാളി സംസാരിക്കുന്നത് ബംഗാളിയാണ്. അപ്പോൾ ബംഗാളി ഭാഷ സംസാരിക്കുന്ന വ്യക്തി മലയാളം ഭാഷ സംസാരിക്കുന്നവരെ സംബന്ധിച്ച് അന്യനാട്ടുകാരനാണ്, അവൻ ബർബരനാണ്, അല്ലെങ്കിൽ അവൻ വിദേശിയാണ്. അപ്പോൾ ഇതാണ് പൗലോസ് പറയുന്നത്, അന്യഭാഷ ഒരാൾ സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ സംസാരിക്കുന്നവൻ ആ കൂട്ടത്തിലുള്ളവനായിട്ടല്ല കാണുന്നത്, മറിച്ച് അവൻ മറ്റൊരു വിദേശിയായിട്ടാണ് കാണുന്നത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ടാണ് അന്യഭാഷ സംസാരിക്കുന്നവൻ അതെന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വ്യാഖ്യാനിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് അന്യഭാഷ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരം കൂടി പ്രാർത്ഥിച്ച് മേടിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ 14:14 പറയുന്നത്,
നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? അപ്പോൾ ഇവിടെ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ, അവൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവൻ സ്തോത്രം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെയാണ് അതിന് ആമീൻ പറയുന്നത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. അപ്പൊ ഈ കാരണം കൊണ്ടും അവൻ വ്യാഖ്യാനപരം പ്രാപിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പൊ അന്യഭാഷാ വരം മറ്റുള്ളവർക്ക് പ്രയോജനം വന്നെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ഉള്ള ഒരു വരം കൂടി വേണം, അല്ലെങ്കിൽ വ്യാഖ്യാന വരമുള്ള മറ്റൊരാൾ സഭയിലുണ്ടായിരിക്കണം. ഒന്നുമില്ലെങ്കിൽ അന്യഭാഷ സംസാരിക്കുന്നവൻ അത് വ്യാഖ്യാനിച്ചു കൊടുക്കണം, അതല്ലെങ്കിൽ അന്യഭാഷ സംസാരിക്കുന്നത് വ്യാഖ്യാനിക്കാൻ വരമുള്ള ഒരുത്തൻ വേറെ സഭയിൽ കാണണം. അങ്ങനെയെങ്കിൽ മാത്രമേ അന്യഭാഷ സംസാരിച്ചത് കൊണ്ട് സഭയ്ക്ക് ആത്മീയ വർധനവ് വരുന്നുള്ളൂ. ഇല്ലെങ്കിൽ അന്യഭാഷ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് അവർക്ക് ആമീൻ പറയുവാനോ അവർക്ക് ആത്മീയ വർധനവ് ലഭിക്കാനോ സാധ്യമല്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇനി അതിൻ്റെ 26-ാം വാക്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശമുള്ളത്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ കൂടി വരുമ്പോൾ 14:26 നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലതും ആത്മീയ വർധനവയ്ക്കായി ഉതകട്ടെ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ആത്മീക വർധനവിന് വേണ്ടി ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഉതകട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ, സഭയിൽ അന്യഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ, അന്യഭാഷയിൽ സംസാരിക്കണമെന്ന് അദ്ദേഹം നിർബന്ധം പറയുന്നില്ല. മറിച്ച് അദ്ദേഹം പറയുന്നത് എന്നാണെന്നറിയോ? എല്ലാവരും പ്രവചിക്കണം എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം നിർബന്ധമായിട്ടാണ് പറയുന്നത്. എല്ലാവരും പ്രവചനപരം വാഞ്ചിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഒരാൾ സഭയിൽ ഇനി അന്യഭാഷ സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെ സംസാരിക്കണം എന്നാണ് ഇനി അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ സംസാരിക്കുകയും ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. 14:26, 27 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഒരു അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ സംസാരിക്കാവുള്ളൂ. അത് തന്നെ ക്രമമായിട്ട് വേണം. അതായത് ഒരാൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ആൾ സംസാരിക്കണം. ആ രണ്ടാൾക്കാർ സംസാരിച്ചതിന് ശേഷം വേണം മൂന്നാമത്തെ ആൾ സംസാരിക്കാൻ. 3 പേർക്കും ഒരുമിച്ച് സംസാരിക്കാൻ അനുവാദമില്ല. അല്ലെങ്കിൽ സഭയിൽ 50 പേരിൽ 30 പേര് അന്യഭാഷയുള്ളവരാണെങ്കിൽ ഏറിയാൽ 3 പേർക്ക് സംസാരിക്കാനുള്ള അനുവാദമുള്ളൂ. ബാക്കിയുള്ള 27 പേർക്കും സംസാരിക്കാൻ അനുവാദമില്ല എന്നാണ് പൗലോസ് പറയുന്നത്. എന്നിട്ട് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ 3 പേര് സംസാരിച്ചാൽ തന്നെ അത് ഓരോരുത്തരായിട്ട് സംസാരിക്കണം. 3 പേർക്കും കൂടെ ഒരുമിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. ഒരാൾ സംസാരിച്ച് കഴിഞ്ഞ് മറ്റൊരാൾ സംസാരിക്കണം. അയാൾ സംസാരിച്ച് കഴിഞ്ഞ് മൂന്നാമത്തെ ആളും സംസാരിക്കണം. എന്നിട്ട് പൗലോസ് അതിൻ്റെ 28-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. 27 പറയുന്നത് അദ്ദേഹം എങ്ങനെയാണ്? ഇങ്ങനെ സംസാരിക്കുകയും ഒരാളത് വ്യാഖ്യാനിക്കുകയും ചെയ്യണം. അപ്പം വ്യാഖ്യാന വരമുള്ള ഒരാൾ സഭയിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അന്യഭാഷ പറയുന്നവന് വ്യാഖ്യാന വരം ഉണ്ടായിരിക്കണം. അപ്പോൾ അന്യഭാഷയിൽ സംസാരിച്ച കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി, സഭയുടെ ആത്മീയ വർധനവിന് വേണ്ടി വ്യാഖ്യാനിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിന് മുകളിലുള്ള സങ്കീർത്തനവും ഉപദേശവും വെളിപ്പാടും അന്യഭാഷയും വ്യാഖ്യാനവും എല്ലാം ആത്മീയ വർധനവായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അന്യഭാഷാപരം ആത്മീയ വർധനവാകണമെങ്കിൽ അത് വ്യാഖ്യാനിച്ചു കൊടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ 28-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ
അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. അപ്പോ അന്യഭാഷ സംസാരിക്കുമ്പോൾ 3 പേര് കൂടുതൽ സംസാരിക്കാൻ പാടില്ല എന്നും ആ 3 പേര് സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരാൾ വ്യാഖ്യാനിക്കണമെന്നും അത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ആളില്ലെങ്കിൽ അന്യഭാഷ സഭയിൽ സംസാരിക്കാതെ അവൻ്റെ വ്യക്തിപരമായി അവൻ ദൈവത്തോട് ആത്മാവിൽ സംസാരിക്കട്ടെ എന്നാണ് പറയുന്നത്. അത് ഞാൻ 14-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം വായിച്ചു കേൾപ്പിച്ചു. ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം പൗലോസ് അപ്പോസ്തലനോട് കർത്താവ് സംസാരിച്ച കാര്യമാണ്. കർത്താവ് എന്താ സംസാരിച്ച? അന്യഭാഷയിൽ സംസാരിക്കുന്നവനും വ്യാഖ്യാനപരം ഉണ്ടായിരിക്കണം. വ്യാഖ്യാനപരം ഇല്ലെങ്കിൽ അവൻ പ്രാർത്ഥിച്ച് വ്യാഖ്യാനപരം വാങ്ങിക്കണം. ഇനി അങ്ങനെ അവന് വ്യാഖ്യാനപരം കിട്ടിയില്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ വരമുള്ള ഒരുത്തൻ സഭയിൽ ഉണ്ടായിരിക്കണം. ഇനി അങ്ങനെ സഭയിൽ ഒരുത്തൻ ഇല്ല എങ്കിൽ ആ അന്യഭാഷ സംസാരിക്കുന്ന ജനം സഭയിൽ മിണ്ടാതിരിക്കുകയും അവൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്യണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്യഭാഷ സംസാരിക്കുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവർക്ക് ആത്മീയ വർധന വരികയില്ല. മറിച്ച് അന്യഭാഷ സംസാരിക്കുന്നവന് മാത്രമേ ആത്മീയ വർധനവ് വരത്തുള്ളൂ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഒരു വ്യക്തിക്ക് ആത്മീയ വർധനവ് വരുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പ്രയോജനമുള്ള കാര്യം ചെയ്യാനല്ല അപ്പോസ്തലൻ പറയുന്നത്. മറിച്ച് ഒരു സഭയെ മൊത്തം കേന്ദ്രീകരിച്ചുകൊണ്ട് സഭയുടെ മൊത്തം ആത്മീയ വർധനവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ആ നിർദ്ദേശം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സഭായോഗത്തിലായാലും പൊതുവേദികളിലായാലും അന്യഭാഷ സംസാരിക്കുന്നവൻ ഒന്നുമല്ലെങ്കിൽ സംസാരിക്കുന്നവൻ തന്നെ വ്യാഖ്യാനിക്കണം. അതല്ലെങ്കിൽ ആ വ്യാഖ്യാന വരമുള്ള ഒരു വ്യക്തി ഇപ്പോൾ ആ വ്യക്തി സംസാരിച്ച ഇതെന്താണെന്ന് വ്യാഖ്യാനിച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കണം. അങ്ങനെ കേൾപ്പിക്കുന്നില്ല എങ്കിൽ അന്യഭാഷക്കാരൻ പൊതുവേദികളിലും സഭായോഗത്തിലും മിണ്ടാതിരിക്കണം എന്നാണ്. എന്നാൽ ഞാൻ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ചില കൺവെൻഷൻ ഗ്രൗണ്ടിലൊക്കെ ചെന്ന് പാട്ട് പാടിക്കഴിഞ്ഞാലുണ്ടല്ലോ, 500 പേര് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു 300 പേര് കലപിലാന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇത് അവിടെ വരുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. എന്നറിയാം, 14:23 ഇങ്ങനെ ചോദിക്കുകയാണ്: സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മവരമില്ലാത്തവനോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറയുകയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അന്യഭാഷ ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിയിരുന്ന, അതായത് ഇങ്ങനെ ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിലാണെങ്കിൽ സഭായോഗത്തിലാണെങ്കിലും ഒരു 100-150 പേര് ഒരുമിച്ച് ഇങ്ങനെ അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവരമില്ലാത്തവനും വ്യാഖ്യാനപരമില്ലാത്തവനും അവിശ്വാസിയുമായിട്ടുള്ളവനുമായ ഒരു വ്യക്തി സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറയില്ലേ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. അതിന്ന് പലരും ചോദിക്കണം, ഞാനും കേട്ടിട്ടുണ്ട്. അവരുടെ അടുക്കിലേക്ക് നിന്ന് അവർക്ക് ഭ്രാന്താന്ന് തോന്നണമെന്ന് പറയും. അപ്പം അങ്ങനെ ജനത്തിന് പരിഹാസപാത്രമായി തീരുവാൻ തക്കവണ്ണം അന്യഭാഷ ഉപയോഗിക്കരുതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതായത് ജനം നമ്മളെ ഭ്രാന്തന്മാരെന്ന് പറഞ്ഞ് കളിയാക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്യഭാഷ സംസാരിക്കുന്നത് ആത്മാവിൻ്റെ നിറവിലാണ് എങ്കിൽ ആത്മാവ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, വിവേകത്തിൻ്റെ ആത്മാവാണ്. അങ്ങനെയാണെങ്കിൽ അന്യഭാഷ സംസാരിക്കുന്നവൻ വിവേകത്തോടെ സംസാരിക്കണം, പരിജ്ഞാനത്തോടെ സംസാരിക്കണം, വേദപുസ്തകത്തിന് അനുസൃതമായിട്ട് സംസാരിക്കണം. പൗലോസ് അപ്പോസ്തലനിലൂടെ കർത്താവിൻ്റെ കൽപ്പന എഴുതി തന്നിരിക്കുന്ന പുസ്തകമാണിത്. അപ്പൊ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം വേണം അന്യഭാഷക്കാരൻ അന്യഭാഷ സംസാരിക്കാൻ. അവന്
വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ കൺവെൻഷൻ സ്റ്റേജിലോ കൺവെൻഷൻ പന്തലിലോ സഭായോഗങ്ങളിലോ ഉപവാസ പ്രാർത്ഥനകളിലോ കൂടി വരവുകളിലൊന്നും അന്യഭാഷ സംസാരിക്കാൻ പൗലോസ് അപ്പോസ്തലനാൽ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നില്ല. ഇനി ഈ വചനങ്ങളെയും പൗലോസ് അപ്പോസ്തലനിലൂടെ കർത്താവ് നൽകിയ ഈ കൽപ്പനകളെയും അവഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ അന്യഭാഷ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന അന്യഭാഷ അത് മറ്റേതോ ഒരാത്മാവിലുള്ള ഭാഷയാണ്. ഞാൻ ഒരു വട്ടം കൂടി പറയാം. പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന വ്യവസ്ഥ പ്രകാരമല്ലാതെ മറ്റേതെങ്കിലും വ്യവസ്ഥയിൽ അല്ലെങ്കിൽ തന്നിഷ്ടപ്രകാരം ഒരുവൻ അന്യഭാഷ സംസാരിക്കുന്നു എങ്കിൽ അവൻ സംസാരിക്കുന്ന അന്യഭാഷ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടുന്ന അന്യഭാഷയല്ല, അത് മറ്റേതോ ഒരാത്മാവിൽ സംസാരിക്കുന്ന അന്യഭാഷയായിരിക്കും. അപ്പം അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം, അന്യഭാഷ നിന്നുപോയി എന്ന് പറയുന്ന സഭാവിഭാഗങ്ങളോട് എനിക്ക് യോജിപ്പില്ല. അന്യഭാഷാ വരം ഇന്നും ഉണ്ട് എന്ന് പറയുന്ന സഭാവിഭാഗത്തോട് ഞാൻ അല്പം യോജിക്കുന്ന ആളാണ്. എനിക്ക് അന്യഭാഷാ വരം ഇല്ല. അത് ഞാൻ പ്രത്യേകിച്ച് അന്യഭാഷാ വരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുമില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 14-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം എന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അതിൻ്റെ കാരണം അന്യഭാഷയിൽ സംസാരിക്കുന്നവനേക്കാൾ പ്രവചിക്കുന്നവൻ സഭയ്ക്ക് പ്രയോജനമുള്ളവനാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ 10,000 വാക്ക് അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല. അതേസമയം നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം ഞാൻ 5 വാക്ക് സംസാരിച്ചാൽ അതാണ് സഭയ്ക്ക് പ്രയോജനമുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ അന്യഭാഷയിൽ 1000 വാക്ക് സംസാരിക്കുന്നതിനേക്കാൾ ബുദ്ധി കൊണ്ട് മറ്റുള്ളവർക്കും മനസ്സിലാകത്തക്കവണ്ണം 5 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അന്യഭാഷാ വരത്തിന് വേണ്ടി ആഗ്രഹിക്കാത്തത്. അത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും മേടിക്കുകയും ഒക്കെ ചെയ്യുന്നവരോട് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഈ നിർദ്ദേശത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും എതിരായി ഇന്ന് അന്യഭാഷകളിൽ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി മറ്റുള്ളവരാൽ ഭ്രാന്തന്മാരെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ ഒരുക്കുന്ന അന്യഭാഷക്കാരോട് ഞാൻ പറയുന്നത് ഇതാണ്: ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം സഭായോഗത്തിൽ 2 പേരോ ഏറിയാൽ 3 പേരോ അന്യഭാഷയിൽ സംസാരിക്കണം. അത് വ്യാഖ്യാനിക്കാൻ ഒരാളുണ്ടായിരിക്കണം. അങ്ങനെ വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ അവൻ സഭായോഗത്തിൽ അന്യഭാഷകളിൽ സംസാരിക്കാതെ മിണ്ടാതിരുന്നിട്ട് അവൻ്റെ വ്യക്തിപരമായ അവൻ ആത്മാവിൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. അത് സഭായോഗത്തിലാണെങ്കിലും പൊതുവേദികളിലാണെങ്കിലും കൺവെൻഷനിലാണെങ്കിലും ഉപവാസ പ്രാർത്ഥനയിലാണെങ്കിലും ഈ വ്യവസ്ഥ ഇത് തന്നെയാണ്. അതിൻ്റെ കാരണം 26-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ, അത് സഹോദരന്മാർ കൂടി വരുന്നത് എപ്പോഴൊക്കെയാണെങ്കിലും ആ കൂടി വരുന്നിടത്തൊന്നും ഇങ്ങനെ അന്യഭാഷ സംസാരിക്കാൻ പാടില്ല. കാരണം അങ്ങനെ സംസാരിക്കണമെങ്കിൽ വ്യാഖ്യാനി ഉണ്ടായിരിക്കണം. അപ്പൊ വ്യാഖ്യാനി ഇല്ലാതെ അന്യഭാഷ സംസാരിച്ചാൽ അത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കൽപ്പനയ്ക്കെതിരാണ്. കാരണം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അപ്പൊ കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് എതിരായിക്കൊണ്ട് അന്യഭാഷ സംസാരിക്കുന്ന അനേകരിന്നുണ്ടെന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളൊരു അന്യഭാഷക്കാരനാണെങ്കിൽ സഹോദര, 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെ അന്യഭാഷ പറയണമെന്നുള്ള കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് വേണം ഇനി മുതൽ അന്യഭാഷ പറയാൻ
എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.